എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ KTET പരീക്ഷയും LP UP പരീക്ഷയൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള 25 വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. According to Piaget, what is the stage of acquiring the ability to seriation and classification? പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് ഏത് ഘട്ടത്തിലാണ് കുട്ടി നേടുന്നത്? ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അതിൻ്റെ പ്രക്രിയയിൽ പെടാത്ത ആശയം ഏതാണ് താഴെ പറയുന്നതിൽ? ഇതിൽ പെടാത്ത ആശയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫ്രം പാർട്ട് ടു ഹോൾ. അതായത് നമുക്കറിയാം ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിൽ പാർട്ടുകൾക്ക് അല്ലെങ്കിൽ ഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ല അല്ലേ? എപ്പോഴും അത് പ്രാധാന്യം കൊടുക്കുന്ന സമഗ്രതയ്ക്ക് അല്ലെങ്കിൽ പൂർണ്ണതയ്ക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ് കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ നിന്ന് അനുപൂരക വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുക. അനുപൂരക വിദ്യാഭ്യാസം കൊടുക്കുന്നത് സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾക്കാണ് അല്ലെങ്കിൽ സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പാഠപുസ്തകത്തിലെ പാത്രം കഴുകുന്ന അമ്മയുടെ ചിത്രം താഴെ പറയുന്ന ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? പിക്ചർ ഓഫ് ദ മദർ വാഷിംഗ് ദ ഡിഷസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അമ്മ എന്ന് വിചാരിക്കുമ്പം സാരിയൊക്കെ ഉടുത്ത് പാത്രം കഴുകുന്നു അല്ലെങ്കിൽ കൊച്ചിനെ ഉറക്കുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണല്ലേ ഉള്ളത്. അച്ഛനെന്ന് പറയുമ്പം ടൈയൊക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾ, ആ ഒരു രീതിയിൽ. അപ്പോൾ ഓരോ കാഴ്ചപ്പാടാണ്. ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം, മെയിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലേ? നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ടൊരു ബാർബി ഡോളിൻ്റെ ഒരു ടോയ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും ഒരു ആൺകുട്ടിക്കല്ല കൊടുക്കുന്നത് അല്ലേ? ഒരു പെൺകുട്ടിക്കാണ്. അത് പെൺകുട്ടിക്കുള്ളതാണ്. അല്ലെങ്കിൽ പിങ്ക് കളറ് പെൺകുട്ടിക്കുള്ളതാണ്, ബ്ലൂ കളറാണ് ആൺകുട്ടികൾക്കുള്ളത് അല്ലേ? ആൺകുട്ടികൾ കരയില്ല, പെൺകുട്ടികളാണ് കരയുന്നത്. അങ്ങനെയൊക്കെ ഒരു സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഒരു വർഗീകരണമുണ്ട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ലിംഗ സ്ഥിരരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു വയസ്സുള്ള കുട്ടി അവന് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം എടുക്കുന്നതിന് വേണ്ടി അവൻ്റെ ശരീരം മുഴുവൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇത് ഏത് വികാസ തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹൂ സജസ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെച്യൂർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പക്വ വ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൽപോർട്ടാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സോ അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ കണ്ടെത്താനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹയർ ലെവൽ തിങ്കിങ്, മെറ്റാകോഗ്നിഷൻ, എക്സ്പ്ലോറേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ്. അതായത് ഉയർന്ന തലത്തിലുള്ള ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, പരിവേഷണം, പരീക്ഷണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ 2 കണ്ടില്ലേ, ആവർത്തനമാണ് പഠനം. അത് തെറ്റാണ്. അത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ കറക്റ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണിംഗ് പ്രോബ്ലം വിത്ത് ഡിസ്ഗ്രാഫിയ? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ആലേഖന വൈകല്യമാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ഓപ്ഷൻ പറയുന്നുണ്ട്, എയും ബിയും അല്ലേ? എഴുതുമ്പോൾ വാക്കുകൾ പരസ്പരം മാറിപ്പോകുന്നു, ചില വാക്കുകൾ എഴുതുമ്പോൾ വിട്ടുപോകുന്നു. രണ്ടും എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
തപ്പിയും തടഞ്ഞും വായിക്കുന്നു. റീഡിങ് ഇതിൽ വരുന്നതല്ല. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു കാതറിൻ എം ബ്രിഡ്ജസ് വാട്ട് കൈൻഡ് ഓഫ് ഇമോഷൻ ഡസ് അപ്പിയർ ഇൻ ബേബി അറ്റ് ബർത്ത്? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കാതറിൻ എം ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം എന്താണ്? അപ്പോൾ ആ ഒരു ചാർട്ട് പഠിച്ചവർക്കറിയാം, ജനന സമയത്ത് കുട്ടിയുടെ വികാരം എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ, സന്ത്രാസം എന്ന് പറയും. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ബന്ധങ്ങളിൽ അസാമാന്യ ശിശുക്കൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത്, അതായത് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മന്ദ പഠിതാക്കൾ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സിൻ്റെ IQ ഇവിടെ കൊടുത്തിരിക്കുന്നത് 70 ബിലോ, ആത്മവിശ്വാസമുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഫിഡൻറ്റ്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. ബാക്കിയെല്ലാം കറക്റ്റാണ്. 70 താഴെയുള്ളത് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ആണ്, അല്ലെങ്കിൽ മാനസിക മാന്ദ്യമുള്ള കുട്ടികൾക്കാണ് IQ 70 ബിലോ ഉള്ളത്. അത് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെത് 130 മുകളിലാണ്. ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? ഒറിജിനാലിറ്റിയും അതുപോലെ ഇൻസൈറ്റും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അടുത്ത ചോദ്യം, നമ്മൾ എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഊർജ്ജസ്വലത, അപകർഷത അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അപ്പോൾ ഇത് ആ ഒരു ഘട്ടത്തിൻ്റെ പ്രായപരിധിയാണ് ചോദിക്കുന്നത്. ഏതാ? 6 to 12 ഇയേഴ്സ് ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, മലയാളം വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടി ടീച്ചർ നിർബന്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വായന തുടങ്ങി. അതുപോലെ ആ കുട്ടി ഒരു മികച്ച വായനക്കാരനാവുകയും ചെയ്തു. അപ്പോൾ ഇത് ഏത് തരം മോട്ടിവേഷനാണ്? കുട്ടിയെ ടീച്ചറാണ് നിർബന്ധിച്ചത്. അപ്പോൾ പുറത്തുനിന്നുള്ള ആയതുകൊണ്ട് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ആക്ടിവിറ്റി ഇതാണ്, ഒരു കവിത കൊടുത്തിട്ട് അതിന് ഈണം കൊടുക്കണം അല്ലെങ്കിൽ ട്യൂൺ ചെയ്യണം. അപ്പം കുട്ടികളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് അവർ ട്യൂൺ ചെയ്യുന്നു. അതിനുശേഷം ടീച്ചർ വന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ചില ഗ്രൂപ്പുകാരോട് പറയുവാണ് ഈ ട്യൂൺ ശരിയായിട്ടില്ല, ഇതൊന്ന് മാറ്റണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ഏതൊരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ വിലയിരുത്തലെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ഇതുപോലെ ആക്ടിവിറ്റിയും ഗ്രൂപ്പ് പ്രവർത്തനമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? പഠനത്തിനായിട്ടുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. ഓപ്ഷൻ ബി. സ്വയം വിലയിരുത്തുവാണെങ്കിലോ കുട്ടി, അത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ്. ഇനി എക്സാം ആണെന്നുണ്ടെങ്കിലാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ജ്യോതിഷ് വാസ് അണേബിൾ ടു ആൻസർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ മാത്സ് എക്സാമിനേഷൻ. He was of the opinion that the questions, most of them were out of syllabus. Which defense mechanism is used by Jyotish here? അതായത് ജ്യോതിഷിന് മാത്സ് പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം എഴുതിയില്ല. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ചോദ്യങ്ങളിലെ ഭൂരിഭാഗവും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അല്ലെങ്കിൽ സിലബസിന് പുറത്തുള്ളതായിരുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം. അടുത്ത ചോദ്യം, ദ നോളേജ് അക്വേർഡ് ഫ്രം എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് മേ നോട്ട് ഹെൽപ്പ് ഇൻ ലേണിംഗ് മാത്തമാറ്റിക്സ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? അതായത് പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരാശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല. ഒന്നിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം മറ്റൊന്നിന് സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? സീറോ ട്രാൻസ്ഫർ ആണ് അല്ലെങ്കിൽ ശൂന്യ സംക്രമണമാണ് നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി ബന്ധമുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മെക്കലൻഡ്. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് അഡ്വക്കേറ്റഡ് എ തിയറി ഓഫ് മോട്ടിവേഷൻ? അഭിപ്രേരണ സിദ്ധാന്തം ഉന്നയിച്ചത് ആരാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ്, അബ്രഹാം മാസ്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി റീഇൻഫോഴ്സർ, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക അഭിപ്രേരകം ഏതാണ്? പ്രൈമറി റീഇൻഫോഴ്സർ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രാഥമിക അഭിപ്രേരകം ഏതാണ്? ആഹാരമാണ് അല്ലെങ്കിൽ ഫുഡാണ്. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റലി ചാലഞ്ച്ഡ് ചിൽഡ്രൻ. താഴെ പറയുന്നതിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? എബോ ആവറേജ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ശരാശരിയിലോ ഉയർന്ന ബുദ്ധിശക്തി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. തുടർ മൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടക്ടിങ് ആനുവൽ എക്സാമിനേഷൻ. ആനുവൽ എക്സാമിനേഷനൊക്കെ എന്താണ്? സമ്മേറ്റീവ് ആണ് അല്ലേ, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻ ഡൂയിങ് എ പ്രോജക്റ്റ് വർക്ക് ഈസ്. ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്താണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രശ്നം കണ്ടെത്തുക അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം. അടുത്ത ചോദ്യം, രണ്ട് ചരങ്ങൾ തമ്മിലുള്ള താൽക്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയുന്ന പേരെന്താണ്? എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ക്യാൻ ബി കോൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ സങ്കലനം. എ മദർ ഓൾവേസ് ട്രൈ ടു മീറ്റ് ദ നീഡ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ഹർ സൺ. അറ്റ് ദ സെയിം ടൈം ഷീ ഇഗ്നോർസ് ദ ജെന്യുവിൻ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ഹർ ഡോട്ടർ. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് അസ്, അല്ലെങ്കിൽ ഈ പെരുമാറ്റത്തെ പറയാവുന്ന പേരാണ് ചോദിക്കുന്നത്. ഒരമ്മ തൻ്റെ മകൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലിംഗവിവേചനമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠത. റാണി സ്റ്റാർട്ടഡ് ടു സ്റ്റഡി ആഫ്റ്റർ ഷീ ഹേർഡ് ഫ്രം മദേഴ്സ് ദാറ്റ് ഷീ വിൽ ഹാവ് ടു ഡു ഓൾ ചോസ് ഇഫ് ഷീ ഡസ് നോട്ട് സ്റ്റഡി. വാട്ട് കൈൻഡ് ഓഫ് കോൺസിക്വൻസസ് ഈസ് ദിസ്? അതായത് പണ്ട് നമ്മളോട് അമ്മ പറയുന്നതാണ്, നീ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ജോലി മൊത്തം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അത് ഏത് തരത്തിലുള്ളത്? പണിഷ്മെൻ്റ് ആണോ, റീഇൻഫോഴ്സ്മെൻ്റ് ആണോ, ഏതാണ്? ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ റാണിയുടെ അമ്മ അവർക്ക് പണിഷ്മെൻ്റ് ഒന്നും തന്നെ കൊടുത്തില്ല അല്ലേ, ജോലിയൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ. അപ്പോൾ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സമ്മാനമോ റിവാർഡോ ഒക്കെ കൊടുക്കുന്നതാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത അൺപ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ബിഹേവിയർ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഇവിടെ റാണിക്ക് എന്താണ് അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വീട്ടുജോലി എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അവളുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാന്ന് വെച്ചാൽ അവൾ അത് വേണ്ട അല്ലേ, അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു.